രാഷ്ട്രീയ ധ്രുവീകരണം എങ്ങനെ സംഭവിക്കുന്നു? ഒരു ചോദ്യം. മുൻപ് ഒരേ ഗ്രാമത്തിൽ ഒരുമിച്ച് ജീവിച്ചിരുന്ന ആളുകൾ ഇന്ന് രണ്ട് പക്ഷങ്ങളായി തിരിഞ്ഞുപോകുന്നത് എന്തുകൊണ്ടാണ്? സുഹൃത്തുക്കൾ വിരോധികളാകുന്നു. കുടുംബങ്ങൾ പോലും തർക്കിക്കുന്നു. ഇത് വെറും അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ രാഷ്ട്രീയ ധ്രുവീകരണമോ? എല്ലാവർക്കും പ്രചോദനം ലൈഫിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഗ്രാമം ചിന്തിക്കുക. വർഷങ്ങളായി അവിടെ ആളുകൾ ഒരുമിച്ച് ജീവിച്ചു. ഉത്സവങ്ങൾ, ചടങ്ങുകൾ, പ്രശ്നങ്ങൾ എല്ലാം അവർ ഒരുമിച്ച് നേരിട്ടു. പക്ഷേ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിൽ ഒരു മാറ്റമുണ്ടായി. ഒരു വിഷയം വന്നാൽ അവിടെ രണ്ട് പക്ഷങ്ങൾ. ചർച്ചകൾ വേഗത്തിൽ തർക്കങ്ങളായി മാറി. സുഹൃത്തുക്കൾ പോലും ഒരുമിച്ച് സംസാരിക്കാതെ പോയി. കാരണമെന്തായിരുന്നു? അവരുടെ അഭിപ്രായങ്ങൾ മാറിയതല്ല, അവരെ കാണുന്ന രീതിയാണ് മാറിയത്. ധ്രുവീകരണം എന്താണ്? രാഷ്ട്രീയ ധ്രുവീകരണം എന്നത് ഒരു സമൂഹം രണ്ട് ശക്തമായ വിരുദ്ധപക്ഷങ്ങളായി പിരിയുന്നതാണ്. അവിടെ നമ്മൾ, അവർ എന്നൊരു വിഭജനമുണ്ടാകും. ഇത് വെറും അഭിപ്രായ വ്യത്യാസമല്ല, ഇതൊരു മനോഭാവമാണ്. ഇതെങ്ങനെ ആരംഭിക്കുന്നു? ധ്രുവീകരണം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ഇത് മന്ദഗതിയിൽ ആരംഭിക്കുന്നു. ആദ്യം നമ്മൾ നമ്മുടെ അഭിപ്രായം പങ്കിടും. പിന്നീട് നമ്മളോടൊത്തുപോകുന്നവരെ മാത്രം കേൾക്കും. പിന്നീട് വ്യത്യസ്ത അഭിപ്രായങ്ങളെ ഒഴിവാക്കും. അവസാനം വ്യത്യസ്തമായി ചിന്തിക്കുന്നവരെ വിരോധികളായി കാണും. സോഷ്യൽ മീഡിയയുടെ പങ്ക്. ഇന്ന് സോഷ്യൽ മീഡിയ ഈ പ്രക്രിയയെ വേഗത്തിലാക്കുന്നു. നമ്മൾ കാണുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന വിവരങ്ങൾ മാത്രം. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ കൂടുതൽ ശക്തമാകും. പക്ഷേ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ നമ്മൾ കാണുന്നില്ല. അതിനാൽ നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ശേഷി കുറയുന്നു. വികാരങ്ങൾ വേഴ്സസ് വസ്തുതകൾ. ധ്രുവീകരണം വളരുന്നത് വികാരങ്ങളിലൂടെയാണ്. ഭയം, കോപം, അസുരക്ഷിതത്വം ഇവയെല്ലാം നമ്മുടെ ചിന്തകളെ ബാധിക്കും. അപ്പോൾ വസ്തുതകളേക്കാൾ വികാരങ്ങൾ മുൻപന്തിയിലാകും. ഇതിന്റെ ദോഷങ്ങൾ. ധ്രുവീകരണം വളരുമ്പോൾ സംവാദം കുറയും, വിശ്വാസം കുറയും, സമൂഹം വിഭജിക്കപ്പെടും. പക്ഷേ ഏറ്റവും വലിയ നഷ്ടം, നമ്മൾ സത്യത്തെ കാണാനുള്ള ശേഷി നഷ്ടപ്പെടും. എങ്ങനെ മറികടക്കാം? ഇതൊഴിവാക്കാൻ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. വ്യത്യസ്ത അഭിപ്രായങ്ങൾ കേൾക്കുക, ചോദ്യം ചോദിക്കുക, വിവരങ്ങൾ പരിശോധിക്കുക. മറ്റുള്ളവരെ വിരോധികളായി കാണാതെ മറ്റൊരു കാഴ്ചപ്പാടുള്ളവരായി കാണുക. ജനാധിപത്യത്തിന്റെ ശക്തി വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഒരുമിച്ച് നിലനിൽക്കുന്നതിലാണ്. ധ്രുവീകരണം അത് തകർക്കും. അതിനാൽ നമ്മൾ പക്ഷം പിടിക്കുന്നതിനു മുൻപ് ചിന്തിക്കണം. കാരണം ഒരു വിഭജിച്ച സമൂഹം ഒരിക്കലും ശക്തമായ രാഷ്ട്രമാകില്ല. ബോധമുള്ള വോട്ട് കേരളത്തിന്റെ ഭാവി. പ്രിയരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക.